ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഭ്രാന്ത് പോലെയായിരുന്നു അയാൾക്ക്. ആ ചതിക്കപ്പെട്ട മനസ്സിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നത്. അതായത് 10-14 വയസ്സുള്ളൊരു പെൺകുട്ടി അയാളെ സ്നേഹിച്ച്, വെറുതെ നടന്ന് അയാളെ പുറകെ നടന്ന് സ്നേഹിച്ച്, അവർ തമ്മിൽ ശാരീരികമായ ബന്ധം പുലർത്തി ആദ്യമായിട്ട് പെണ്ണിൻ്റെ ഗന്ധം അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു തമാശയല്ലേ ദാമു? അതൊക്കെ ദാമു അതും പറഞ്ഞുകൊണ്ട് കിടന്നാൽ എങ്ങനെയാണ്? ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട്. ആ ഗെറ്റ് ഔട്ടും ഇറങ്ങിപ്പോകില്ല, അയാൾ തകർന്നുപോയി. അവിടെ നിന്നാണ് അയാളുടെ അത്രയും സാധുവായ അയാൾ, അതാണ് പാവം ക്രൂരൻ. പിന്നെ അയാൾക്ക് ഈ ഏജിലുള്ള കുട്ടികളെ കണ്ടാൽ അയാൾക്ക് കൊല്ലുക എന്നുള്ളതാണ്. ഏകദേശം ആ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സിനിമകളും വന്നിട്ടുണ്ടല്ലോ. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് സാറിന് അതൊന്ന് റീടെൽ ചെയ്തുകൂടാ? ഇപ്പം വേണമെങ്കിൽ ചെയ്യാം, ഇപ്പം ചെയ്യാം. ഞാൻ പലരും സംസാരിക്കുന്നുണ്ട് റീമേക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്, ഗംഭീര സംഭവമാണ് അത്. പക്ഷേ അതിൻ്റെ സ്റ്റോറി ലൈനൊന്ന് മാറ്റേണ്ടി വരും. ഞാനിനി അത് ചെയ്യുകയാണെങ്കിൽ ഹീറോയെ മാത്രമേ എടുക്കത്തുള്ളൂ. ഹീറോയിൻ പോലും ആ ഒരു ട്രാക്കിൽ വരാതെ നോക്കണം. അന്നൊരു വീട്ടിൽ ഇയാൾ തോട്ടക്കാരനായിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ നിന്നാൽ ഒരു മൊണോട്ടണി പോലെ വരും. ഇപ്പോഴത്തെ സിനിമയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൊണോട്ടണി കൊടുക്കരുത്, പ്രതീക്ഷിക്കുന്നതും കൊടുക്കരുത്. ഒരു കോളിംഗ് ബെല്ലിയായിട്ട് ഇത് തുറക്കുന്ന ആൾ ദാമോദരനെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവിടെ ചെല്ലപ്പം നിൽക്കണം. അതാണ് ഇപ്പോഴത്തെ സ്ക്രിപ്റ്റിംഗ് എന്നുള്ളത്. അതാണ് ഒരിക്കലും ഇപ്പോൾ ദാമോദരനായിരിക്കും അവിടെ നിൽക്കുന്നത് എന്ന് വിചാരിച്ചിങ്ങനെ. എല്ലാവരും ഡയറക്ടേഴ്സാണ്. ഈ 250 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നവരുടെയൊക്കെ ഉള്ളിലൊരു സംവിധായകൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സംവിധായകനെ നമ്മൾ തോൽപ്പിച്ചാൽ സിനിമ ഹിറ്റാ. അതിനുള്ള പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട്. ഇപ്പോൾ നല്ല അത്യാവശ്യം പൈസ ഉള്ള വീട്ടിലെ പിള്ളേരുടെ കയ്യിലൊക്കെ നല്ല മൊബൈലുണ്ട്. അവർ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ചില ഷോർട്ട് ഫിലിംസ് ഉണ്ട്, നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ജൂറിയായിട്ടൊക്കെ ചില ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് പോകാറുണ്ട്. 100-150 എണ്ണം അവർ കണ്ടിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു 15 എണ്ണം തരും. ഈ 15 എണ്ണവും നമുക്ക് മാർക്കിടാൻ പറ്റാത്ത രീതിയിൽ നല്ലതാണ്. ഷോർട്ട്സ്, സൗണ്ട്. എന്നാൽ ഇവർക്കൊക്കെ എല്ലാം കൂടെ എന്തായെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു 25,000 രൂപ, ഇതൊക്കെ എങ്ങനെ എടുക്കുന്നത് നമുക്കറിയില്ല. അല്ലെങ്കിൽ 30,000 രൂപ, അല്ലെങ്കിൽ അങ്ങേറ്റം പോയി 50,000 രൂപയ്ക്ക് 5-6 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം എടുത്ത് നമ്മളെ ഞെട്ടിക്കുകയാണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അതിൻ്റെ മേലുള്ളത് തന്നെ ആയിരിക്കണം. അങ്ങനെയും കൂടെ ഉണ്ട് ഇപ്പം. ഈ റിവ്യൂവിങ് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ അതിൻ്റെ ഒരു വേർഡിറ്റും കൂടി വരികയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു പോപ്പുലറായ റിവ്യൂവർ ഒരു പടത്തിനെ പറ്റി മോശം പറഞ്ഞാൽ ഇപ്പം അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ പോലും അയാളെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള തോട്ടിൽ ആ സിനിമ കാണാതെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ഒരു റിവ്യൂവർക്ക് ഭീഷ്മോറോ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പേഴ്സണലി അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂസ് ഫോളോ ചെയ്ത് അശ്വന്ത് ഗോക്കായിട്ടുള്ള റിവ്യൂസിനോടുള്ള അടുപ്പം കാണിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഭീഷ്മോറോ ഇഷ്ടമുള്ള സിനിമയാണ്. എൻ്റെ ഏറ്റവും ഗോ ടു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വളരെ എസ്തെറ്റിക്കലി ഷോർട്ട് സിനിമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഈ റിവ്യൂവേഴ്സിന്റെ അഭിപ്രായത്തിന്റെ പുറത്ത് അവരുടെ ഒരു ഇന്റലിജൻസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്സെപ്റ്റൻസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ചോയ്സിനെ പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ അവസ്ഥ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് പറയാനുള്ളത്, ഈ റിവ്യൂ പറയുന്ന ഒരാളുടെ മാത്രം അഭിപ്രായമല്ല ഒരു സിനിമയുടെ വിജയവും പരാജയവും. അതിനൊരു സമയം കൊടുക്കണം. ഒരു സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാർ പരസ്പരം പറഞ്ഞ് ഒന്നുകിൽ ആ സിനിമ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ വിജയിക്കുന്നു. ആദ്യമേ തന്നെ റിവ്യൂവർ പറയുകയാണ് ഈ സിനിമ കൊള്ളത്തില്ല എന്നങ്ങ് പറഞ്ഞ് പരത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സിനിമയുടെ പിന്നിൽ എഫേർട്ട് മാത്രമല്ല, ഒരുപാട് പേരുടെ എഫേർട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരുപാട് കോടികൾ മുടക്കിയാലേ ഒരു സിനിമയാവുള്ളൂ. പിന്നെ ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നുകൊണ്ട് ഇറങ്ങുന്ന സിനിമ മുഴുവൻ സൂപ്പറാണെന്ന് പറയണമെന്നുള്ള അർത്ഥത്തിലല്ല. കുറച്ച് സമയം, ഒരു 3-4 ദിവസം സമയം ഇയാളും ഒന്ന് പഠിക്കണം. ഈ സിനിമ എനിക്ക് മാത്രമാണോ മോശമായിട്ട് തോന്നിയത്? ഒരു 2-3 ഷോയ്ക്ക് കയറി മറ്റുള്ളവരുടെ കൂടെ ഇരുന്നൊന്ന് കാണണം. അവരത് എൻജോയ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അങ്ങനെ പറയാം. സിനിമയിലെ പല സംഗതികളും എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പല തിയേറ്ററിൽ സിനിമ കണ്ടു. അവിടെ ഇരിക്കുന്നവർ ആ സിനിമ ആസ്വദിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഇതിനെ കുറ്റം പറയുന്നത് എന്ന് പറയുന്ന ഒരു റിവ്യൂ സ്റ്റൈല് വരാമെങ്കിൽ സൂപ്പർ. എന്താ പേഴ്സണലി യോജിക്കാൻ പറ്റാത്ത ഇപ്പോഴത്തെ പുതിയ കാലത്തെ സിനിമയിൽ? ഏത് സിനിമ? ഇപ്പോൾ പുതിയ കാലത്തെ സിനിമകളിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ ഡിജിറ്റൽ വന്നതിന് ശേഷം പഠിക്കാതെയും ഒന്നും ആലോചിക്കാതെയൊക്കെ സിനിമ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 1.5 കോടി 2 കോടിയൊക്കെ കയ്യിൽ കിട്ടിയാൽ ചുരുട്ടിക്കൊട്ടി ഒരു സിനിമ എടുക്കാനുള്ള അങ്ങനത്തെ ഒരു ഉണ്ട്. നമുക്കൊന്നും അത് അറിഞ്ഞുകൂടാ. നമുക്കൊരു മാന്യമായ ബഡ്ജറ്റിലേ സിനിമ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ എടുത്ത് വരുന്ന ഒരുപാട് സിനിമ പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രവാസി സിനിമ എടുക്കാനൊക്കെ വരുമ്പോഴേ
അവർക്ക് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണെങ്കിൽ മലയാള സിനിമയിൽ ആകെ 5 സിനിമയെ ഓടിയുള്ളൂ കഴിഞ്ഞ വർഷം. ബാക്കിയെല്ലാം ലോസാണ്. എത്രയോ ആയിരക്കണക്കിന് കോടി മലയാള സിനിമ നഷ്ടത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ കേട്ടാൽ അവരങ്ങ് തിരിച്ചു പോകും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് പഠിച്ചിട്ട്, പിന്നെ ഈ ഒന്നും പഠിക്കാതെ എടുക്കുന്ന ചില സിനിമ കളിക്കുന്നുമുണ്ട്, നല്ല സിനിമയുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ ബാലേന്ദ്ര മേനോൻ സാറ് പണ്ട് സിനിമ പഠിച്ചിട്ടല്ല സിനിമയിൽ, അദ്ദേഹം ഒരു വീക്കിലിയുടെ ജേർണലിസ്റ്റായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് പുള്ളി സ്വയം സ്ക്രിപ്റ്റ് എഴുതി ഒരു നല്ല പ്രൊഡ്യൂസറെ കിട്ടിയപ്പോൾ ഒരു സിനിമ പുള്ളിയുടെ സ്വന്തം രീതിയിൽ പുള്ളിക്ക് ക്യാമറ ആംഗിള് പുള്ളി ക്യാമറമാനായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു 3-4 സിനിമ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേറെ ലെവലിൽ ആളായി. അദ്ദേഹം അത് പ്രൂവ് ചെയ്ത് കൊടുത്തത് പഠിക്കാതെയും ചെയ്യാം എന്ന് പ്രൂവ് ചെയ്ത് കൊടുത്ത അപൂർവ സംവിധായകരുള്ള ആളാണ് ബാലേന്ദ്ര മേനോൻ സാറ്. അങ്ങനെ പറ്റുന്നവരുണ്ട് ഇപ്പോഴും, പക്ഷേ എല്ലാവർക്കും അത് പറ്റുമോ? എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ അങ്ങനെ പരാജയപ്പെടുന്ന സിനിമകളുടെ എണ്ണം കൂടുമ്പോൾ ഇൻഡസ്ട്രിയെ ബാധിക്കും. അത്തരം സിനിമകളെ ഈ റിവ്യൂ പറയുന്നവർ ചെന്നിരുന്ന് സൂപ്പർ എന്ന് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനും വേണമെങ്കിൽ 2 ദിവസം സമയം കൊടുക്കണം. ഇപ്പം സാറിൻ്റെ സിനിമകളിലെ പല ക്യാരക്ടേഴ്സും പറയുന്ന കാര്യങ്ങളും ഡയലോഗുകളും മറ്റ് സിനിമകളിൽ റെഫറൻസ് ആയിട്ട് വരികയും അല്ലെങ്കിൽ പോപ്പ് കൾച്ചർ റെഫറൻസിലും ട്രോളുകളിൽ അത് ഒരുപാട് നിറയുകയും ചെയ്യാറുണ്ട്. സേ ഇപ്പോൾ ഒരുപാട് കഴിവുകളുള്ള ഒരാൾ, അതായത് ഇപ്പോൾ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും IT അറിയാവുകയും അല്ലെങ്കിൽ കുറച്ചുകൂടി ജനറൽ നോളജിൻ്റെ സൈഡിലൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ പോപ്പുലർ റെഫറൻസിൽ വരുന്ന ഒരു ഡയലോഗാണ് രാമനാഥനപ്പോൾ ഇതും വശമുണ്ടോ എന്നുള്ളത്. അത് ഇപ്പോൾ ഗുരുവായൂരമ്പലം നടയിൽ ഒരു സീനായിട്ട് വരുന്നുണ്ട്, ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ആ സിനിമയ്ക്ക് അപ്പോൾ കുറച്ചുകൂടി ഒരു ലൈഫ് കിട്ടുകയാണ് ട്രാവൽ ആവാൻ വേണ്ടിയിട്ട്. രാമനാഥൻ സത്യം പറഞ്ഞാൽ കഥാനായകൻ അത്രയും കഴിവുകൾ കൊടുക്കേണ്ടിയിരുന്നില്ല സ്ക്രിപ്റ്റ് വൈസ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കൊടുത്തേ പറ്റുമോ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, കഥാനായകൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ പോലും ആ അച്ഛന് ചേർന്നതാണ്. പയ്യാരത്ത് പത്മനാഭൻ നായർക്കാണ് വാസ്തവത്തിൽ കഥാനായകൻ എന്നുള്ള ടൈറ്റിൽ ചേരുന്നത്. അപ്പോൾ ജയറാം വന്ന് കത്തി നിൽക്കുന്ന സമയം എൻ്റെ കൂടെ സിനിമകൾ ഇങ്ങനെ ചെയ്യുന്ന സമയമാണ്. വേണമെങ്കിൽ ജയറാമിന് കയറി കൊടുക്കാം. ഇതിപ്പോൾ അങ്ങനെയാണല്ലോ കിടന്ന് സ്കോർ ചെയ്യുന്നത്. നമുക്കതിൽ ശരിക്കും പറഞ്ഞാൽ 86 സീനിൽ മറ്റും അയാൾ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിന് 75-76 സീനുകളുള്ള അതിനകത്ത്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഷോട്ട് കൊണ്ടും ഇത്തരം ഡയലോഗ് കൊണ്ടുമാണ് ജയറാമിനെ ഇങ്ങനെ പുഷ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അയാളെ ക്യാരക്ടർ സ്കോർ ചെയ്തുകൊണ്ട് പോകും. അതാണ്. അപ്പം അങ്ങനെ ചില ഘട്ടങ്ങളിൽ ഇതൊക്കെ വേണ്ടി വരും. നമ്മൾ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വിമർശനം കൊണ്ട് തന്നെ നിലനിൽക്കുന്ന സിനിമകളാണ് ഈ പറഞ്ഞ കഥാനായകരും ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നുള്ള സിനിമയിലേക്ക് ജയറാം ക്യാരക്ടർ അടിക്കുന്നു, ജയറാം ക്യാരക്ടർ ടോക്സിക് ആയ ഭർത്താവാണ് എന്നുള്ള ഒരു വിമർശനവും വരുന്നു. അതായത് ജയറാം ക്യാരക്ടർ ഒരു സ്ത്രീയെ അടിച്ചുകൊണ്ട് ചട്ടം പഠിപ്പിക്കുന്നു, പെരുമാറ്റം പഠിപ്പിക്കുന്നു എന്നുള്ളത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ആ കറക്റ്റ്നെസ്സിനോട് എങ്ങനെയാണ്? അല്ല, അങ്ങനെ വേണമെന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഒരു കഥ നമ്മൾ പറയുന്ന ഒരു കഥയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ ടോർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ ടോർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ സഹോദരിയെ ടോർച്ചർ ചെയ്യുന്നു, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതെ പിന്നെ ആഹാരം പോലും കൊടുക്കാതെ അമ്മയെ ടോർച്ചർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ ഒരു പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയാം. നമ്മളൊരു കഥ പറയുമ്പോൾ ആ കഥയുടെ വളർച്ചയ്ക്കും ആ കഥയുടെ ഒരു വിജയത്തിനും വേണ്ടി മെയിലും ഫീമെയിലും ഒക്കെ താഴെ മേലേക്കാവും. അതാവാതെ എങ്ങനെ കഥ പറയും? ഞാൻ ചോദിക്കട്ടെ, നാടൻ പെണ്ണും നാട്ടുപുറമാണിയിലും സംയുക്ത വർമ്മയുടെ കൈ കിടന്ന് പാവ പോലെ കളിക്കുന്ന ആളാണ് ജയറാം. അതെന്താ ആരും പറയാത്തത്? അവിടെ സ്ത്രീ മേധാവിത്വം വന്നില്ലേ? അത് പറയില്ല. എവിടെയെങ്കിലുമൊക്കെ ഈ ഒരാളെ അടിച്ചങ്ങോട്ട് എന്തെങ്കിലും ഞാനതിന് ഇപ്പോൾ താങ്കൾ പറയുന്ന ഞങ്ങൾ സന്തുഷ്ടനുള്ള നായികയ്ക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു മറുപടി കൊടുത്തായിരുന്നു. ആ കുട്ടിക്ക് അന്ന് ഇതൊരു നിധിയായിരുന്നു. അങ്ങനെ റോള് 10-16 വയസ്സായ ഒരു കുട്ടിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിധി തന്നെ